വർഷം 2022 ഏപ്രിൽ 13 നെൽസന്റെ സംവിധാനത്തിൽ ഒരു വമ്പൻ സിനിമ റിലീസിനെത്തി. അന്ന് പരാജയപ്പെട്ടതോടുകൂടി നെൽസൺ അവിടെ തീർന്നു, അല്ലെങ്കിൽ നെൽസൺ ഇനി ഇല്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ലോകേഷ് കൂലിക്ക് ശേഷം അനുഭവിച്ചതിനേക്കാൾ ഇരട്ടി ഒരു പ്രഷർ അന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ലോകേഷിന് ബാക്കപ്പ് എന്ന രീതിയിൽ ഒരു LCU യൂണിവേഴ്സ് വരെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു 100 കോടി കളക്ട് ചെയ്തിട്ടുള്ള ഒരു ശിവകാർത്തികേയൻ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം നിന്നിരുന്ന ഒരു ഡയറക്ടറായിരുന്നു നെൽസൺ. അവിടെ നിന്ന് ഇപ്പോൾ രജനി കമൽ ചിത്രത്തിൻ്റെ ആക്ഷനും കട്ടും പറയുന്ന ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ പടമായിരുന്നു കാരണമായിട്ടുള്ളത് ജയിലർ. അതിനിടയിൽ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളും എല്ലാം തന്നെ നെൽസൺ നേരിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ കൊല്ലമാവ് കോകില എന്ന ചിത്രത്തിലൂടെ ഒരു ചെറിയ വിജയത്തോടു കൂടി തന്നെ ശിവകാർത്തികൻ എന്നൊരു ആക്ടറിൻ്റെ ഡേറ്റ് കിട്ടി ഡോക്ടർ എന്ന സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊരു പാനിക് സിറ്റുവേഷനൊക്കെ ആയിരുന്നു. ഏകദേശം 50% ഒക്യുപ്പൻസിലായിരുന്നു തിയേറ്ററൊക്കെ അന്ന് ഓടിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഡോക്ടർ ചിത്രത്തിൻ്റെ OTT ചർച്ചകളൊക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു ടൈമിൽ വിജയമായിട്ടുള്ളൊരു സിനിമ അനൗൺസ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഡോക്ടറിന് ഹൈപ്പും കയറി അന്ന് ഈ ഒരു സിനിമ റിലീസിനെത്തി അന്ന് 100 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുണ്ടായിരുന്നു. അതേ ഒരു ടൈമിൽ തന്നെ ബീസ്റ്റ് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ ചിത്രത്തിന് ശേഷം വരുന്ന ദളപതി പടം, ഒപ്പം തന്നെ ഡോക്ടർ എന്ന ചിത്രത്തിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം നെൽസൺ സംവിധാനം ചെയ്ത ചിത്രം, ഇത് മതിയായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പിന്. ഈ ഒരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കിനും ആ ഒരു ഹൈപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് വാത്തിക്കമ്മയ്ക്ക് ശേഷം വിജയ്ക്ക് വേണ്ടി അനിരുദ്ധ് ചെയ്യുന്ന പാട്ടിന് ഹൈപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു അറബിക്കുത്ത്. പാട്ട് കയറി ട്രെൻഡിങ് ആയി. ഒപ്പം തന്നെ ചിത്രത്തിൻ്റെ ട്രെയിലറിനും വേറെ ലെവൽ റെസ്പോൺസ് കിട്ടി. ഇതൊന്നും പോരാഞ്ഞിട്ട് തുപ്പാക്കി ചിത്രത്തിന് ശേഷം വീണ്ടും വിജയ് ബീസ്റ്റ് എന്ന ചിത്രത്തിൽ ഒരു സോൾജിയറിന്റെ വേഷത്തിലെത്തുന്നു. ഇത്രയും തന്നെ മതിയായിരുന്നു ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തു വയ്ക്കാൻ. ബീസ്റ്റ് ചിത്രം ലോകമെമ്പാടും അത്രയും ഒരു ഹൈയിൽ നിൽക്കുന്ന ടൈമിൽ തന്നെ അടുത്ത അനൗൺസ്മെന്റും വരുന്നു. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ തലൈവർ ലീഡിൽ ഒരു നെൽസൺ ചിത്രം വരുന്നുവെന്ന്. അതോടുകൂടി തന്നെ തലൈവർ ഫാൻസും ആവേശത്തിലായി. ഇതൊന്നും പോരാഞ്ഞിട്ട് ആ വർഷത്തെ തന്നെ റിലീസിലൊരുങ്ങുന്ന മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ചിത്രമായിട്ടുള്ള KGF 2-നൊപ്പം ക്ലാഷ് റിലീസ് വെച്ചു. അപ്പോൾ തന്നെ ഫാൻസിനൊക്കെ ഒരു കാര്യം മനസ്സിലായി, വെറുതെ ഒരു വിജയ് ചിത്രം KGF 2-നൊപ്പം ഒക്കെ ക്ലാഷ് റിലീസ് വെക്കില്ല എന്നൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഹൈപ്പിൽ എല്ലാവരും അന്ന് ബീസ്റ്റ് കാണാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി. അടുത്തൊരു തുപ്പാക്കി പ്രതീക്ഷിച്ച് പോയിട്ട് അതിൻ്റെ 7 അയലത്ത് പോലും എത്താത്ത രീതിയിൽ പടം അടപടലം തെറ്റി. അതിന് മെയിൻ കാരണം ഒരു ഗ്രിപ്പിംഗ് അല്ലാത്ത സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിരുന്നെങ്കിൽ സിനിമ എളുപ്പത്തിൽ കയറി പോകേണ്ട ഒരു ഐറ്റം തന്നെയായിരുന്നു. എന്തിന് ഈ ഒരു ചിത്രം വലിയൊരു വിജയമാകുമോ എന്നുള്ള പ്രതീക്ഷയെ പലവരും എക്സ്ട്രാ ടിക്കറ്റ് വരെ എടുത്തു വെച്ചിട്ട് അതുപോലും വിറ്റഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും പറയണ്ടല്ലോ, നെക്സ്റ്റ് ഡേ KGF റിലീസിനെത്തി തിയേറ്റർ ആകെ തൂക്കി. ബീസ്റ്റിന് ഉണ്ടായിരുന്ന സ്ക്രീൻ ആണെങ്കിൽ ഒട്ട് പോവുകയും ചെയ്തു. ഒരുപക്ഷെ ക്ലാഷ് റിലീസ് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇതിലും മികച്ചൊരു കളക്ഷനൊക്കെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചേനെ. എന്തായാലും അതോടുകൂടി തന്നെ നെൽസൺ തകർന്നു പോയി. കാരണം ഇനി താൻ എന്ത് ചെയ്യുമെന്നുള്ള കാര്യമാണ് പുള്ളി ചിന്തിക്കുന്നത്. കാരണം ആകെ ബാക്കപ്പ് ആയിട്ടുള്ള ഡോക്ടർ, ഇനിയും സൂപ്പർ സ്റ്റാർസ് തനിക്ക് ഡേറ്റ് തരുമോ ഇല്ലയോ, അല്ലെങ്കിൽ പുള്ളിയുടെ കരിയർ ഇനി എന്താണെന്നുള്ളൊരു ചോദ്യചിഹ്നത്തിലായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ ആ ഒരു ടൈമിൽ ഒരു അവാർഡ് ഫംഗ്ഷനൊക്കെ നടന്ന് അന്ന് നെൽസനെ ഇൻസൾട്ട് ചെയ്തെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ തന്നെ അന്ന് ഭയങ്കര രീതി വൈറലായിരുന്നു. പിന്നീട് രജനീകാന്തുമായിട്ടുള്ള ഒരു സിനിമ ഡ്രോപ്പ് ചെയ്യണോ വേണോ, അല്ലെങ്കിൽ നെൽസൺ ഇനി സംവിധാനം ചെയ്ത ആ ഒരു സിനിമയൊക്കെ ഹിറ്റ് ആകുമോ എന്നുള്ളൊരു ഡൗട്ട് വന്നപ്പോൾ പ്രൊഡ്യൂസർ തന്നെ നെൽസനെ മാറ്റാമെന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് രജനി അതിന് സമ്മതിച്ചില്ല. രജനി പറഞ്ഞത് ഒരു ഡയറക്ടർ എടുക്കുന്ന സബ്ജക്റ്റ് ഫെയിൽ ആയാലും ഒരു ഡയറക്ടർ ഒരിക്കലും ഫെയിൽ ആകില്ല എന്നാണ്. അതുകൊണ്ട് തന്നിലുള്ള വിശ്വാസത്തിൽ രജനി ഡേറ്റ് കൊടുത്ത് ആ ഒരു സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്നു. അത് നെൽസന് കിട്ടിയ ആകെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു. പുള്ളിക്കറിയാം ആ ഒരു ഒറ്റ പടമാണ് പുള്ളിയുടെ ഇനിയുള്ള ജീവിതം ഇനി തീരുമാനിക്കുന്നതെന്ന്. ആ ഒരു പടം ഹിറ്റായാൽ ഇനി തുടർന്ന് ഇൻഡസ്ട്രിയിൽ പുള്ളിക്ക് തുടരാം. ആ ഒരു പടം പൊട്ടുവാണെങ്കിൽ പുള്ളിയുടെ കരിയറും അവിടെ അവസാനിക്കുന്ന സിറ്റുവേഷൻ വരെ എത്തിയൊരു ടൈമായിരുന്നു. പുള്ളി രണ്ടും കൽപ്പിച്ചു. പുള്ളിയുടെ ഈഗോ എല്ലാം തന്നെ പുള്ളിയുടെ തലയ്ക്ക് പിടിച്ച് ചെയ്തൊരു പടമായിരുന്നു ജയിലർ എന്ന സിനിമ. സിനിമയുടെ ഗ്ലിംസ് ആയാലും ടീസർ ആയാലും ട്രെയിലർ ആയാലും ആർക്കും പ്രതീക്ഷയെന്ന് പറയുന്ന അറ്റം പോലുമായിരുന്നു. കാരണം പുള്ളിക്ക് കിടിലൻ ട്രെയിലർ കട്ടൊക്കെ അറിയാം, എങ്കിലും സിനിമ ഫുള്ളി വരുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നൽകില്ല എന്നുള്ള പ്രതീക്ഷ അന്നെത്തി. ബട്ട് ഫസ്റ്റ് ഡേ കണ്ടവരുടെ എല്ലാം കിളി പോയി. വെറുതെ വന്ന ക്യാമിയോസ് പോലും സിനിമയ്ക്ക് ഹൈ തന്നെയാണ് കൊടുത്തത്. ഇപ്പോൾ ലാലേട്ടൻ ശിവരാജ് കുമാറിൻ്റെയൊക്കെ ഗ്ലിംസിൽ പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ തിയേറ്റർ ആകെ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചു. ജസ്റ്റ് അവരുടെ ക്ലൈമാക്സ് പോർഷൻ പോലും ട്രെയിലർ സ്പോയിലർ ആക്കാതെ ആ രീതിയിൽ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാൻ ഒരു നെൽസൺ ചിത്രത്തിന് സാധിച്ചു. ഇത് തന്നെയായിരുന്നു നെൽസൺ. കാരണം ഒരൊറ്റ സിനിമ കൊണ്ട് തൻ്റെ പോയ പ്രതാപങ്ങളെല്ലാം തന്നെ തിരിച്ചു പിടിച്ചു. പിന്നീട് വീണ്ടും രജനിയായിട്ട് അടുത്തൊരു ചിത്രത്തിലും ഒന്നിക്കുന്നു, ജയിലർ 2. ഒരുപക്ഷെ ബീസ്റ്റിന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ബീസ്റ്റിന് ഒട്ടും ടൈമില്ലായിരുന്നു പുള്ളിക്ക്. ടൈം എടുത്ത് ചെയ്ത ചിത്രമെന്ന് പറയുന്നത് ജയിലറാണ്. ജയിലർ 2-നായാലും നല്ലൊരു ടൈം എടുത്ത് ചെയ്യുന്നുണ്ട്. ബീസ്റ്റ് പെട്ടെന്ന് കയറി വന്നതാണ്. ഒരുപക്ഷെ റൈറ്റിംഗ് പുള്ളിക്ക് നല്ല ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ബട്ട് ആ ഒരു സിനിമ എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ളൊരു പടമായിരുന്നു. ഞാൻ അങ്ങനെ കഥയോ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചല്ല. വിജയ് എന്ന ആക്ടറിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഓറെ മാത്രം കണ്ടാണ് ആ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ലാതെ കഥ ബേസ് ഞാൻ ഒരിക്കലും ആ ഒരു സിനിമയെ പൊക്കി പറയുന്നതും കാര്യങ്ങളോ ഒന്നുമില്ല.
എനിക്ക് ബീസ്റ്റ് ഒരു ഓക്കെ പടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് വെർഡിക്റ്റ് നോക്കുമ്പോൾ ആ ഒരു സിനിമ ഫ്ലോപ്പ് തന്നെയാണ്. അങ്ങനെ ജയിലർ ചിത്രം ചെയ്ത് ആ ലെവലിൽ നിൽക്കുന്ന പുള്ളി ജയിലർ 2 ചെയ്തിപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. ഇത്രയും ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ കയ്യിലോട്ടാണ് ഇപ്പോൾ രജനി കമൽ ചിത്രം എത്തിയിട്ടുള്ളത്. പുള്ളിയുടെ ആ ഒരു ഗ്ലിംസിൽ തന്നെ അറിയാം പുള്ളി ഏത് ലെവലിൽ ആ ഒരു സിനിമ കൊണ്ടുപോകും ഇല്ല എന്നൊക്കെ. ഇപ്പോൾ ബീസ്റ്റ് പൊട്ടിയതിനു ശേഷം ജയിലർ എടുത്ത പുള്ളിക്ക് ഇനിയിപ്പോൾ ജയിലർ 2 ആവറേജ് വന്നാലും ഒരു കമൽ രജനി പടം ഏത് രീതിയിൽ കൺസീവ് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ പലവരും ചിന്തിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ് കൂലി പരാജയപ്പെട്ടുകൊണ്ടാണ് ലോകേഷിന് ഈ ഒരു കമൽ രജനി പടം സംവിധാനം ചെയ്യാൻ പറ്റാഞ്ഞെന്നാണ്. പിന്നെ ഔട്ട്സൈഡ് റൂമറായിട്ട് വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ ആദ്യം സമീപിച്ചിട്ടുള്ളത് ലോകേഷ് കനകരാജിനെ ആയിരുന്നു. ബട്ട് പുള്ളിയുടെ ടിപ്പിക്കൽ സിനിമകൾ ഒരു വയലൻസ് ചിത്രങ്ങൾ അല്ലെങ്കിൽ ആക്ഷൻ ഡെറ്റിയേണ്ട ചിത്രങ്ങളാണ്. ബട്ട് രജനി കമൽ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുമ്പോൾ കൂടുതൽ ഫാമിലി ഓഡിയൻസ് ഒക്കെ തന്നെ കാത്തിരിക്കുമ്പോൾ അതൊരു ഹ്യൂമറൊക്കെ അടങ്ങിയിട്ടുള്ളൊരു പടമാണെങ്കിൽ നന്നായിരിക്കും. ലോകേഷിന് പെട്ടെന്ന് ഒരു ജോണർ ഷിഫ്റ്റ് പോസിബിൾ അല്ല. അതും ഇതുപോലത്തെ ഒരു ബിഗ് സ്റ്റാർസിനെയൊക്കെ വെച്ച് ഹ്യൂമറസ് പ്ലസ് മാസ് എൻ്റർടൈനർ എന്ന രീതിയിൽ നോക്കുമ്പോൾ അതെങ്ങാനും പുള്ളി വിചാരിക്കുന്ന രീതിയിൽ ഔട്ടിലെത്തിയില്ലെങ്കിൽ അതൊരു പരാജയമായി പോകും. അതുകൊണ്ട് പുള്ളി റിസ്ക് എടുത്തില്ല. ബട്ട് ഇപ്പോൾ തമിഴ് സിനിമയിൽ മാസ് പ്ലസ് കോമഡി എന്ന രീതിയിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് നെൽസൺ. പുള്ളി മാസ് പ്ലസ് കോമഡി എന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് തന്നെ ജയിലർ എന്ന ചിത്രത്തിലാണ്. അത് സക്സസ് ആയി മാറുകയും ചെയ്തു. ആ ഒരു കോൺഫിഡൻസിനാണ് നെൽസന് രജനി കമൽ പടം കിട്ടിയെന്നുമാണ് ആ ഒരു റൂമറിൽ സൂചിപ്പിക്കുന്നത്. എനിക്ക് രണ്ടുപേരുടെ സിനിമകളും ഇഷ്ടമാണ്. രണ്ടുപേരുടെയും ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള മേക്കിംഗ് സ്റ്റൈലുമാണ്. കാരണം വിജയ് വെച്ച് ചെയ്തിട്ട് നെൽസന് ബീസ്റ്റ് വലിയ വിജയമാക്കാൻ സാധിച്ചില്ല. ബട്ട് ലിയോ എന്ന ചിത്രം വലിയൊരു വിജയമാക്കാൻ ലോകേഷിനെ കൊണ്ട് പറ്റി. നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ജയിലർ എന്ന ചിത്രത്തിന് നെൽസന് കിടിലൻ രീതിയിൽ തന്നെ തലവരെ പ്രസൻറ്റ് ചെയ്തു. ബട്ട് കൂലിയിൽ ആ രീതിയിൽ ലോകേഷിനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല. രണ്ടുപേർക്കും വീക്കും സ്ട്രോങ്ങുമായിട്ടുള്ള പേഴ്സണാലിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് പടി മുമ്പ് നിൽക്കുകയാണെന്ന് ആരാന്ന് ചോദിച്ചാൽ ലോകേഷാന്ന് പറയും. കാരണം നമ്പർ ഓഫ് സിനിമാസും നമ്പർ ഓഫ് ഹിറ്റും ഒരു പടി കൂടുതൽ ലോകേഷാണ് എന്ന് പറഞ്ഞ് നെൽസൺ ഒരിക്കലും താന്നു പോവില്ല. കാരണം ഇനി കിട്ടുന്നത് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. തലൈവർ അല്ലെങ്കിൽ ഇപ്പോൾ ജയിലർ 2 കൂടെ ഹിറ്റായി അടുത്ത കമൽ രജനി പടം കൂടെ ഹിറ്റായ ടോപ്പ് ഡയറക്ടേഴ്സിൻ്റെ അങ്ങേ അറ്റമെത്താൻ പോകുന്ന ആളെന്ന് പറയുന്നത് നെൽസനാണ്. ബട്ട് ഈ ഒരു പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആയാലും നെൽസൻ്റെ കരിയറിൽ വലിയൊരു ഡൗൺഫോൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ബട്ട് പുള്ളിക്ക് ഇപ്പോൾ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു പടം എന്ന് പറയുന്നത് ജയിലറാണ്. അതിലൂടെ പുള്ളി പിടിച്ച് നിന്ന കാര്യങ്ങൾ വീണ്ടും അത് മുമ്പോട്ട് തന്നെ വലിയ ഹൈ കൊണ്ടുപോവുകയാണെങ്കിൽ പുള്ളിക്ക് ടോപ്പ് ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ 1ാം സ്ഥാനം തന്നെ നേടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് നെൽസൻ്റെ ശരിക്കും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. പുള്ളിയുടെ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ജയിലർ എന്ന ചിത്രം. ആ ഒരു ജയിലർ എന്ന ചിത്രം അന്ന് ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ നെൽസന് പിന്നെ കരിയർ തന്നെ എന്താകുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൻ്റെ അങ്ങനെ അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമ കരിയർ വേണമെങ്കിൽ അവസാനിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് പുള്ളി അവിടുന്ന് ബിൽഡ് ചെയ്തിട്ടുള്ള ഇപ്പോഴുള്ളൊരു സംഭവമുണ്ട്. അതുതന്നെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കമൽ രജനി പടമൊക്കെ എത്തിയിട്ടുള്ളത്. എന്തായാലും നെൽസൻ്റെ ഇനിയും വരാനിരിക്കുന്ന സിനിമകളിലൂടെ പുള്ളിക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് നേടി നല്ലൊരു വിജയമാക്കാനൊക്കെ സാധിക്കട്ടെ.